എന്ത് ചെയ്യണമെന്നറിയില്ല. ആയിഷ ബീബി ഇരുന്ന് കരയുകയാ. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി അതാ ഏറ്റവും പുറകിൽ ഒറ്റയ്ക്ക് വരികയാണ്. എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് വരുന്നതെന്നറിയോ? കളഞ്ഞു പോകുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ടുവരാറ് നിബിതങ്ങൾ നിർത്തിയ സ്വഹാബിയാണ്. ഈ സഫ്വാൻ തങ്ങൾ കുതിരപ്പുറത്ത് വരുമ്പോ വഴിയോരത്ത് ഹിജാബിട്ട ഒരു പെണ്ണിരുന്ന് കരയുകയാ. ആരാണെന്നറിയില്ല. അവിടെന്ന് സഫ്വാൻ ചോദിക്കുന്നു, ആരാ ഈ വഴിയോരത്തിരുന്ന് കരയുന്നതാരാ? ആയിഷ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹ്ദി ആയിഷ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയാ. ഇന്നാ ലില്ലാഹ്. ആയിഷ ഉമ്മയോ ചാടിയിറങ്ങുകയാണ്. വാഹനപ്പുറത്തു നിന്ന് ചാടിയിറങ്ങുകയാ. ഉമ്മ കേറുമ്മ, ഈ വാഹനത്തിന്റെ മുകളിൽ കേറുമ്മ, ഈ സഫ്വാൻ മുമ്പിലും നടക്കാമുമ്മ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വേറെ വഴിയില്ലല്ലോ, അതാ വാഹനപ്പുറത്ത് കേറുകയാണ്. സഫ്വാൻ തങ്ങൾ നടക്കുകയാണ്. പടച്ചവനെ, നബി തങ്ങളും സ്വഹാബത്തും മണിക്കൂറുകൾ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആയിഷ ഇല്ലെന്ന് മനസ്സിലാകുന്നത്. യാത്ര നിർത്തിയടോ. എല്ലാവരും ഒരുമിച്ച് കൂടി അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷയെ കാണുന്നില്ല. എല്ലാവരും വല്ലാത്ത ടെൻഷനിലായി. അപ്പോഴാണ് സഫ്വാൻ നടന്നു വരുന്നു. ആയിഷ ബീബി വാഹനത്തിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ ആയിഷ ബീബി ഓടി വന്നിട്ട് കരന്നുകൊണ്ട് നടന്നത് മുഴുവനും പറഞ്ഞു കൊടുക്കുകയാ. നബിതങ്ങളോടെല്ലാം പറഞ്ഞു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങൾക്ക് സമാധാനമായി. എല്ലാവരും യാത്ര തുടരാൻ നോക്കുമ്പോ മുനാഫിക്കീങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സലൂൽ എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ടവനുണ്ടായിരുന്നു. അവൻ പറയാൻ തുടങ്ങി, രണ്ടുപേരും ഒറ്റയ്ക്ക് വന്നവരാണല്ലോ, രണ്ടുപേരും ചെറുപ്പക്കാരാണല്ലോ, എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാകും. മഅദല്ലാഹ്. വ്യഭിചാരത്തിന്റെ ആരോപണം തുടങ്ങുകയാണ്. പടച്ചവനെ, മദീന മുഴുവനും പടരുകയാണ്. കാട്ടുതീ പടരുന്നത് പോലെ മദീന മുഴുവനും പടരുകയാണ്. ആയിഷയെ കുറിച്ച് അവിടുന്ന് വ്യഭിചാരാരോപണം നടത്തുകയാണ്. കേട്ടവർ വിശ്വസിച്ചടോ. കാരണം പറഞ്ഞത് ശത്രുക്കളല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പോയവരാ. സുബ്ഹാനല്ലാഹ്. ഒരു നാട് മുഴുവനും ആയിഷയെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. എവിടെ നോക്കിയാലും ആയിഷ. നബിതങ്ങൾക്ക് സങ്കടമായി. നബിതങ്ങൾ ആരോടും മിണ്ടുന്നില്ല. എവിടെ നോക്കിയാലും ആയിഷ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന് സങ്കടമായി. നബിതങ്ങൾ മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ കയറുകയാ. യാ അല്ലയോ ജനങ്ങളെ, നിങ്ങൾ പറയുന്നത് ഞാൻ അറിയുന്നുണ്ട് സഹാബ. എന്റെ ഭാര്യയെ കുറിച്ച് നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ അറിയുന്നുണ്ട്. എനിക്കറിയാം എന്റെ ആയിഷാന്, നിങ്ങളൊക്കെ എന്തു പറഞ്ഞാലും ലാകിന വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. ബീവിയെ കുറിച്ച് ഒരു നാട് മുഴുവനും ചർച്ച. എവിടെ നോക്കിയാലും ആയിഷയെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്താ. നബിതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? വല്ലാഹി ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. എന്റെ ആയിഷ ഇന്നലെ വരെ എന്റെ കൂടെ ജീവിച്ചവളാ. എനിക്കറിയാം എന്റെ ഭാര്യയെ. നിങ്ങൾ ആരെന്തോ പറഞ്ഞാലും എന്റെ ആയിഷാനെ എനിക്കറിയാം. കാരണം ഇന്ന് വരെ ഞാൻ അവളുടെ ഭാഗത്ത് നിന്ന് നല്ലതല്ലാതെ ഒന്നും കണ്ടിട്ടില്ല.
അള്ളാന്റെ റസൂല് പറഞ്ഞ ഭാര്യ, എന്റെ ഭാര്യ എനിക്കറിയാം, അവൾ അള്ളാനെ ഭയന്ന് ജീവിക്കുന്നവളാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വയസ്സ്. തൻ്റെ ഭാര്യ ഖദീജ ബീവിക്ക് 40 വയസ്സ്. ഈ 40 വയസ്സുള്ള ഖദീജ ബീവിയെ 25 വയസ്സുകാരനായ നബിതങ്ങൾ വിവാഹം കഴിച്ചു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പ്രേമിച്ചിട്ടൊന്നുമല്ല കേട്ടാ, പ്രണയിച്ചിട്ടൊന്നുമല്ല. അങ്ങനെ 40 വയസ്സുള്ള ഖദീജയെ വിവാഹം കഴിച്ചു. ഈ നബിതങ്ങളും ഖദീജ ബീവിയും 25 കൊല്ലം ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു. അങ്ങനെ ഖദീജ ബീവിക്ക് 65 വയസ്സായി. ഈ 65 വയസ്സുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരു ദിവസം കുളിച്ചു ഒരുങ്ങി വീടിന്റെ വാതിലിന്റെ മുമ്പിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. മഹാനായ നബിയന റസൂലുള്ളാഹി നബിതങ്ങളെ കാത്തിട്ട് നിൽക്കുക. കല്യാണം കഴിച്ചതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴല്ല, 65-ാമത്തെ വയസ്സിൽ. 65-ാമത്തെ വയസ്സിൽ. ഇത് സിനിമ കഥയെന്നല്ല കേട്ടാ, സീരിയലിലെ കഥയെന്നല്ല, അള്ളാന്റെ റസൂലിന്റെ കഥയാ ഞാൻ പറയാ. 65 വയസ്സുള്ള ഖദീജ ബീബി കുളിച്ചു ഒരുങ്ങി നബിതങ്ങളെ കാത്തു നിന്നു. നബിതങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു. ചിരിക്കുന്ന മുഖത്തോടെ സലാം അടക്കി സ്വീകരിച്ചു. ഭക്ഷണം എടുത്തു വെച്ച് നബിതങ്ങളുടെ മുമ്പിൽ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഭക്ഷണം എടുത്തു വെച്ചു. നബിതങ്ങൾ കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഖദീജ ബീബി അടുത്തു വന്നിട്ടിരുന്നു. നബിതങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് നോക്കിയിരുന്നു. ചോദിച്ചു, നബിയെ, എനിക്കൂടെ ഇത്തിരി ഭക്ഷണം വാരിത്തരുവോ? 65 വയസ്സുള്ള ഖദീജ ചോദിക്കുകയാ, എനിക്കൂടെ വാരിത്തരുവോ? അള്ളാന്റെ റസൂല് വാരിക്കൊടുത്തു ഖദീജ ബീവിക്ക് ഭക്ഷണം. ഞാനും വാരിത്തരട്ടെ നബിയെ? വാരിത്താ നബി, വാരിത്താ ഖദീജ. ഖദീജ ബീവി നബിതങ്ങൾക്ക് ഭക്ഷണം വാരിക്കൊടുത്തു. നബിതങ്ങൾ ഖദീജ ബീവിക്കും വാരിക്കൊടുത്തു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളോ ഒരു ജ്യൂസ് മേടിച്ചിട്ട് അപ്പുറം ഇപ്പുറവും ഓരോ സ്റ്റോ ഇട്ടിട്ട് കല്യാണ സമയത്ത് കുടിച്ചതാ, പിന്നെ ഇതുവരെ കുടിച്ചിട്ടില്ല. സ്വന്തം ഭാര്യയ്ക്ക് ഭക്ഷണം വാരിക്കൊടുത്ത് എത്ര ഭർത്താക്കന്മാർ, എത്ര ഭാര്യമാരുണ്ട് ചിന്തിക്ക്. 65 വയസ്സുണ്ട് ഖദീജ ബീവിക്ക്. ഭക്ഷണം കഴിച്ചു. അതാണ് പ്രേമം, അതാണ് പ്രണയം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ ഇരിക്കുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, ആ മടിയിലൊന്ന് തരവെച്ചിട്ട് കിടന്നോട്ടെ നബിയെ? നീ കിടക്ക് ഖദീജ, ധൈര്യമായിട്ട് കിടക്ക്. അള്ളാന്റെ റസൂൽ ഖദീജ ബീബിയെ പിടിച്ചു മടിയിൽ കിടത്തി. നീയോ? നിങ്ങളോ വാപ്പായ്ക്ക് 50 വയസ്സായി, 55 വയസ്സായി. നീ ഒരു റൂമില്, ഭാര്യ വേറെ റൂമില്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു കാക്കുമാറാകട്ടെ. നിങ്ങളെങ്ങനെ ഒരു 10-45 കഴിഞ്ഞാൽ പിന്നെ വേറെ ഭർത്താവും ഭാര്യയും വേറെ വേറെ റൂമിലാ പല വീട്ടിലും കിടക്കുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്ക. ഇനി ഭർത്താവ് പറയുന്നു, വാ ആമിന, എടേ നമുക്ക് ഒരുമിച്ച് കിടക്കാം. ഓ മക്കള് മക്കളുടെ കെട്ടിയവന്റെ കൂടെ കിടക്കും. നിന്റെ ഭർത്താവിന്റെ കൂടെ നീ കിടക്കണ്ടേ? മരിക്കുന്ന ദിവസം വരെ ഭർത്താവിന്റെ കൂടെ കിടക്കണം. കാരണം ഒരു ഭർത്താവിന് താങ്ങും തണലുമാകേണ്ടത് പ്രായമാകുമ്പോഴാ, അല്ലാതെ കല്യാണം കഴിച്ച ദിവസം മാത്രമല്ല. ഖദീജ ബീബി നബിതങ്ങളുടെ മടിയിൽ കിടന്നു. എന്നിട്ട് നബിതങ്ങൾ ഇങ്ങനെ മുഖത്ത് നോക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്തേ ഖദീജ ഇങ്ങനെ നോക്കണേ? എന്തൊരു ഗ്ലാമറാ നബിയെ നിങ്ങൾക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങൾ, എന്തൊരു ഗ്ലാമറാ നബിയെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭാര്യ പറഞ്ഞിട്ടുണ്ടോ, എൻ്റെ പൊന്നാര കാക്ക പ്രായമാകുന്തോറും ഗ്ലാമർ കൂടാൻ? അതുണ്ടോ? നിങ്ങളുടെ ഈ തരച്ച മുടി ഒന്ന് വടിച്ചളയാനാ പറയാ. ഭാര്യ പറയണമെന്ന് വടിച്ചളയാൻ. അങ്ങനല്ല. നബിതങ്ങൾ തിരിച്ചു വിട്ടില്ല. തിരിച്ച് ഖദീജയോട് ചോദിച്ചു, 25 കൊല്ലമായിട്ട് കാണാ, നീ എന്താ ഈ ചോദിക്കണേന്ന്. അങ്ങനെ പരസ്പരം തമാശ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളുടെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചു. വല്ലാത്ത ഒരു പിടുത്തം. നബിതങ്ങൾ ചോദിച്ചു, എന്തേ ഖദീജ? യാ റസൂലല്ലാഹ്, മുത്തി നബിയെ, 25 കൊല്ലമായി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷമായി. ഈ 25 വർഷത്തിന്റെ ഇടയിൽ നിങ്ങളുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണം. ആ ഒരു ചോദ്യം കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തു പറ്റി ഖദീജ നിനക്ക്? പൊരുത്തം ചോദിക്കുന്നല്ലോ, എന്തു പറ്റി എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോ ഖദീജ ബീബി പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ,
എന്റെ മരണമടുത്തിരിക്കുന്നു നബിയേ, എന്റെ മരണമടുത്തിരിക്കുന്നു നബിയേ, എനിക്ക് പൊരുത്തം തരുമോ നബിയേ? അള്ളാന്റെ റസൂലങ്ങ് വാപത്തി പിടിച്ചടോ, ഖദീജയുടെ വായുടെ മുകളിലേക്ക് കൈവെക്കുകയാ. ഖദീജ, പൊരുത്തം ചോദിക്കല്ലേ ഖദീജ, അങ്ങനെ പറയല്ലേ ഖദീജ. ആരാണ് പൊരുത്തം ചോദിക്കുന്നതെന്നറിയോ? അതാ ഖദീജയെ കുറിച്ച് പഠിക്കു പെങ്ങളെ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഖദീജയ്ക്ക് മുത്തുകൊണ്ട് പണിത ഒരു കൊട്ടാരം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാ. ഖദീജയ്ക്കൊരു പ്രത്യേകമായിട്ടൊരു കൊട്ടാരമുണ്ട്. എന്തിനാണ് അല്ലാഹു ആ കൊട്ടാരം കൊടുക്കുന്നതെന്നറിയോ? 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിന്റെ കൂടെ ജീവിച്ചു. നിബിതങ്ങളെക്കാൾ 15 ദിവസമല്ല 15 വയസ്സ് കൂടുതലാണ് ഖദീജയ്ക്ക്. ഭർത്താവിനേക്കാൾ 15 വയസ്സ് ഖദീജയ്ക്ക് കൂടുതലാണ്. ആ ഖദീജ 25 വർഷത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ശബ്ദമുയർത്തിയിട്ടില്ല. നിബിതങ്ങളുടെ മുമ്പിൽ ഖദീജ ശബ്ദമുയർത്തിയിട്ടില്ല. നിബിതങ്ങളോട് കയർത്ത് സംസാരിച്ചിട്ടില്ല. 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും നിബിതങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിക്കാത്തതിന് അല്ല കൊടുക്കുന്ന പ്രതിഫലമാണ് സ്വർഗ്ഗത്തിൽ ഒരു മുത്തിന്റെ കൊട്ടാരം. പെങ്ങളെ, നിനക്കർഹതയുണ്ടോ? നിനക്കർഹതയുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഖദീജ, പരാതിയില്ല ഖദീജ, പരാതിയില്ല ഖദീജ, എന്നോട് പൊരുത്തം ചോദിക്കല്ലേ ഖദീജ. നബിതങ്ങളുടെ കണ്ണ് നിറഞ്ഞിട്ട് താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. നിന്നെക്കുറിച്ച് പരാതിയൊന്നുമില്ല എന്ന് പറയുമ്പോ ഖദീജ ബീവി ചാടി എഴുന്നേൽക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കെട്ടിപ്പിടിക്കുകയാ. എന്നിട്ട് നബിതങ്ങൾക്ക് ചുംബനം കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. എന്നിട്ട് 65 വയസ്സുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചെവിയിലേക്ക് ചുണ്ടടിപ്പിച്ചു പിടിച്ചു. എന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, 3 ആഗ്രഹമുണ്ട് നബിയേ, 3 ആഗ്രഹമുണ്ട് നബിയേ, സാധിപ്പിച്ചു തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവി ചോദിക്കുകയാ, 3 ആഗ്രഹമുണ്ട്, സാധിപ്പിച്ചു തരുമോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്തേ ഖദീജ, എന്തേ ഖദീജ? യാ റസൂലല്ലാഹ്, എന്റെ ശരീരം നിങ്ങളെ കണ്ടിട്ടുള്ളൂ, എന്റെ ശരീരം നിങ്ങൾ കണ്ട ശരീരമാണ്. അതുകൊണ്ട് നബിയേ, എന്റെ മയ്യത്ത് നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. വേറെ ഒരാളും കുളിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ ശരീരം കാണുന്നത് എനിക്കിഷ്ടമല്ല. നിങ്ങൾ വേണം എന്റെ ജനാസ കുളിപ്പിക്കാൻ. എന്നെ കുളിപ്പിക്കുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സമ്മതിക്കുകയാണ്. ഖദീജ ബീവിയുടെ ജനാസ കുളിപ്പിക്കാമെന്ന്. പടച്ചവനെ, രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, എന്റെ ജനാസ കഫം പൊതിയുമ്പോ അങ്ങ് പുതയ്ക്കുന്ന പുതപ്പുണ്ടല്ലോ, അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഷാളുണ്ടല്ലോ, അത് എനിക്ക് വേണം നബിയേ, അത് എനിക്ക് വേണം നബിയേ. ഖിയാമത്ത് നാൾ വരെ ഖബറിനകത്ത് കിടക്കാനുള്ളതാ. നിങ്ങളില്ലാതെ ഖദീജയ്ക്കും തുറക്കമാട്, നിങ്ങളില്ലാതെ പറ്റില്ല നബിയേ. എനിക്ക് നിങ്ങളുടെ സുഗന്ധം വേണം നബിയേ. നിങ്ങളില്ലാതെ ഖിയാമത്ത് നാൾ വരെ ഖബറിനകത്ത് കിടക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല നബിയേ. അതുകൊണ്ട് നിങ്ങളുടെ സുഗന്ധം വേണം. അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഷാള് എന്റെ കഫം തുണിക്കകത്ത് വെച്ച് പൊതിയണേ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് സമ്മതിക്കുകയാ. മൂന്നാമത്തെ വസിയ്യത്ത് എന്തെന്നറിയോ?
യാ റസൂലല്ലാഹ്, നിങ്ങൾ വേണം എന്റെ മയ്യത്ത് ഖബറിലിറക്കി വെക്കാൻ, നിങ്ങൾ വേണം എന്റെ ജനാസ ഖബറിലിറക്കി വെക്കാൻ. നബിയേ, നിങ്ങൾ വേണം എനിക്ക് പിടിമണ്ണ് വാരി വെക്കാൻ. അള്ളാന്റെ റസൂൽ അവിടുന്ന് സമ്മതിക്കുകയാ. ഖദീജ ബീവി റളിയല്ലാഹു തആല ലോകത്തോട് വിട പറഞ്ഞു. നബി തങ്ങളാണ് ജനാസ കുളിപ്പിച്ചത്. ലോകത്ത് ഒരു പെണ്ണിനും കിട്ടാത്ത ഭാഗ്യം അള്ളാന്റെ റസൂൽ തന്നെ ഖദീജയുടെ ജനാസ കുളിപ്പിച്ചു. നബി തങ്ങളുടെ കണ്ണ് നിറഞ്ഞു ഒഴുകുന്നുണ്ട്. അല്ലാഹുവേ, കഫം പൊതിയുന്ന സമയത്ത് തന്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ ഷാലെടുത്ത് വെച്ച് ചുംബിക്കുകയാ. തന്റെ ഖദീജയുടെ കഫം തുണിക്കകത്ത് വെച്ച് പൊതിയുകയാണ്. അവസാനം നബി തങ്ങൾ ഖബറിനകത്തിറങ്ങി. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ താങ്ങി ഖബറിലേക്ക് ഇറക്കി വെച്ചു. എന്നിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. നബി തങ്ങൾ അവിടുന്ന് പിടിമണ്ണ് വാരി വെക്കുകയാണ്. നബി തങ്ങളുടെ കണ്ണുനീര് കാരണം ഖദീജയുടെ കഫം തുണി പോലും നനഞ്ഞുടോ. റബ്ബേ, അള്ളാന്റെ റസൂൽ അവിടുന്ന് ഖബറടക്കി പിരിയുകയാ. വേറെ ഒരുപാട് വിവാഹം കഴിച്ചു. അള്ളാന്റെ റസൂലിന് ഖദീജാനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു പെണ്ണ്. നബിതങ്ങളും മറന്നില്ല, നബിതങ്ങളും മറന്നില്ല. ആരെങ്കിലും നല്ല ഒരു ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്താ അള്ളാന്റെ റസൂൽ ഖദീജയുടെ കൂട്ടുകാരികളുടെ വീട്ടിലേക്ക് കൊടുത്തു വിടുമായിരുന്നു. കാരണം അത്രയ്ക്ക് സ്നേഹമായിരുന്നു നബിതങ്ങൾക്ക്. നബിതങ്ങൾ ഭാര്യമാരോട് സംസാരിക്കുമ്പോ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കാണുമ്പോ നബിതങ്ങൾ പറയും, എന്റെ ഖദീജ അങ്ങനെയാ, എന്റെ ഖദീജ ഇങ്ങനെയാ. അള്ളാന്റെ റസൂല് മറ്റുള്ള ഭാര്യമാരോട് ഖദീജാനെ പൊക്കി പറയുമ്പോ ആയിഷ ബീവിക്ക് ഒരിക്കൽ ഇഷ്ടപ്പെട്ടില്ല. ആയിഷ ബീവി ചോദിക്കുകയാ, ഈ കിളവിയോട് മാത്രം ഇത്ര സ്നേഹമുണ്ട്, വേറെ ഭാര്യമാരൊന്നുമില്ലേ? അള്ളാന്റെ റസൂല് കരഞ്ഞു, പെങ്ങളെ, തന്റെ ഖദീജാനെ കിളവി എന്ന് വിളിച്ചപ്പോ അള്ളാന്റെ റസൂലിന് സഹിക്കാതെ കരയുകയാ. നബിതങ്ങൾ അപ്പോഴും പറഞ്ഞു, നീയൊക്കെ എന്റെ ഖദീജയെ പോലെയാകില്ല. ഇതാകണം സ്നേഹമെന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും സ്നേഹിക്കണ്ടെങ്കിൽ ഇങ്ങനെയാണ്. മരിക്കുന്ന കാലം വരെ ഒരുമിച്ച് സ്നേഹത്തോടെ നടന്നിട്ട് ഈമാനോടുകൂടി മരിക്കണേ പെങ്ങളെ. നാളെ കുടുംബസമേതം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അതുകൊണ്ട് മന്നസിന അലൈഹി അർബഅതു ഖൈറാ വജബതു ലഹുൽ ജന്ന. സ്വർഗം നിർബന്ധമാകുന്ന മനുഷ്യനാരെന്നറിയോ? അവന്റെ മരണത്തിന് ശേഷം അല്ലാഹുവിന്റെ മുമ്പിൽ ഇവൻ നല്ലവനാ എന്ന് സാക്ഷി പറയാൻ ഒരു കൂട്ടുകാരൻ വേണേ പെങ്ങളെ, ഒരു കൂട്ടുകാരി വേണേ. രണ്ട്, നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഭാര്യ പറയണം നീ നല്ലവനാണെന്ന്. നിന്റെ ഭാര്യ നിന്നെ കുറിച്ച് ഒപ്പം ചോദിച്ചാലും 1000 നാവായിരിക്കണം. എൻ്റെ ഇക്ക, എൻ്റെ ഇക്ക എത്ര താമസിച്ചു വന്നാലും നിസ്കരിക്കും, അള്ളാഹനെ വല്ലാത്ത പേടി എന്ന് നമ്മുടെ ഭാര്യമാര് പറയുന്നൊരവസ്ഥ. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരുപാട് ഉസ്താദന്മാരും പണ്ഡിതന്മാരും ഒരുപാട് പ്രായമുള്ള ഉപ്പമാരും ഉമ്മമാരും ഇവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് വഅ്ള് പറയാനൊന്നും അറിയില്ല. ഞാനൊരു മുത്തഅല്ലിമ. ഇതൊന്നും എഴുതി വെച്ചിട്ട് പറയുന്നതല്ല. അള്ളാഹു ചെയ്ത ഒരു നിഅമത്ത് അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അപ്പോൾ ഇത്തിരി പക്വത കുറവുണ്ട്, വയസ്സുണ്ടെങ്കിലും പക്വത ഇത്തിരി കുറവാണ്. അതുകൊണ്ട് ആരുടെയെങ്കിലും മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും എൻ്റെ സംസാരത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെട്ടേക്കണം. അള്ളാഹു പൊറുത്തരുമാറാകട്ടെ. എല്ലാവർക്കും നല്ല മരണം വേണം. എന്ത് ചെയ്തിട്ട് ഒരാൾക്കൊരു നല്ല മരണം കിട്ടണമെങ്കിൽ 1000 നന്മ ഒന്നും വേണ്ട, ഒരെണ്ണമെങ്കിലും ചെയ്യണം. പറ, ഒരെണ്ണമെങ്കിലും ചെയ്യണോ? പറ, വേണോ വേണ്ടേ? ഒരു നന്മയെങ്കിലും ചെയ്യണോ? നിങ്ങൾ ചെയ്ത നന്മ എന്താ? നിസ്കരിക്കില്ലേ? നിസ്കരിക്കില്ലേ? ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ഇന്ന ആഴത്തേനെയും കുൽഹു അല്ലാഹ്
4 പേര് കാണാനുണ്ടെങ്കിൽ ഏറ്റവും വലിയ സൂറത്ത് ഓതിസ്കരിക്കും അല്ലേ? എന്താ വാപ്പ ക്ഷീണിച്ച് 3 മണിക്ക് എഴുന്നേറ്റാ പിന്നെ സുബഹി വരെ ഉറങ്ങത്തില്ല ഉസ്താദെ, കാരണം നീ തഹജ്ജുദ് നിസ്കരിക്കുന്നവനാണെന്ന് 4 പേര് അറിയണം. ഉമ്മാനോട് ചോദിക്കുക, എന്താ ഉമ്മ ക്ഷീണിച്ച്, എന്താ മുഖമൊക്കെ? തിങ്കളും വ്യാഴവും നോമ്പ ആമിന എപ്പോഴും അല്ലേ? പോയി ചെയ്ത നന്മയൊക്കെ പോയി. നമ്മൾ ഏത് നന്മ ചെയ്താലും ഇങ്ങനെ തന്നെ വാട്സപ്പിലൊക്കെ ഇടുവോ, പേര് വിളിച്ചു പറയോ, എങ്കിൽ പൈസ തരാം, അല്ലെങ്കിൽ വീടിന്റെ പടി പോലും കയറ്റില്ല. 1995 ഹജ്ജിന് പോയപ്പോൾ അങ്ങനെ ആയിരുന്നു, 2000 പോയപ്പോൾ ഇങ്ങനെ 3-4 ഹജ്ജ് ചെയ്തിട്ടുണ്ടെന്ന് നാട്ടുകാരോട് പറയണം. ഇടോ, നമ്മൾ ചെയ്ത നന്മയൊന്നും അള്ളാഹ് കണ്ടിട്ടില്ല, നാട്ടുകാരെ കണ്ടിട്ടുള്ളൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ ഒരാൾക്കൊരു നല്ല മരണം കിട്ടണമെങ്കിൽ ഒരു നന്മയെങ്കിലും ചെയ്യണം, അല്ലാതെ എങ്ങനെ നമുക്ക് നല്ല മരണം കിട്ടുക? എന്ത് ധൈര്യത്തിലാടോ നമ്മളൊക്കെ ഇങ്ങനെ നടക്കുന്നത്? എപ്പോൾ വേണമെങ്കിലും മരിച്ചൂടെ നമ്മൾ? ഈ വഴുതു പറയണ ഞാന് ഇന്നിത് തീർക്കുമെന്ന് പറയാൻ പോലും എനിക്കറിയോ? നിപ്പിന് വീണു പോകാം. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. മനുഷ്യന്റെ കാര്യം ഇത്രയേ ഉള്ളൂ സഹോദര. നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്, മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ മരിക്കുന്നതിന്റെ തലേ ദിവസം നബിതങ്ങൾ ഇങ്ങനെ രോഗിയാ, പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് കുറച്ച് ദിർഹം ഇരിക്കുന്നുണ്ട്, അപ്പോഴാ ഓർമ്മ വന്ന് എടുത്തുകൊണ്ട് വരാൻ. ഓടിച്ചെന്ന് ആയിഷ ബീബി കൊണ്ടുവന്ന് നബിതങ്ങളുടെ കയ്യിൽ കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ കരയാൻ തുടങ്ങി. എന്തേ നബിയെ കരയണേ? ഇതെന്റെ കയ്യിലിരിക്കുന്ന സമയത്ത് ഞാൻ മരിച്ച അള്ളാഹിനോട് എന്തു പറയാ ആയിഷ? പേടിച്ചിട്ട്. നീ ഇത് ആർക്കെങ്കിലും പാപങ്ങൾക്ക് കൊണ്ടുവിടും, പെട്ടെന്ന് കൊണ്ടുവിട്. ആയിഷ ബീബി കൊണ്ട് സദക്ക കൊടുത്തടോ. ഈ നബിതങ്ങൾ മരിക്കുന്ന സമയത്ത് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വന്നു. ആ നബിതങ്ങളുടെ റൂഹ് അങ്ങോട്ട് പിടിക്കാൻ തുടങ്ങുമ്പോ നബിതങ്ങൾ കരയാൻ തുടങ്ങി. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയാൻ തുടങ്ങി. നബിതങ്ങൾ തന്നെ ചോദിച്ചു, അസ്റായിലെ ഒന്ന് പതുക്കെ പിടിക്കോ, എനിക്ക് വേദനിക്കുന്നു അസ്റായിലെ, ഒന്ന് പതുക്കെ പിടിക്കോ. എനിക്കറിയില്ല നബിയെ ഇതിനെക്കാളും മയമായി പിടിക്കാൻ. ഇവിടെ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേക്കും, കിടക്കും, തിരിഞ്ഞും മറിഞ്ഞും കിടക്കും, വേദന സഹിക്കാൻ പറ്റാതെ. അവസാനം അടുത്ത് വെച്ചിരുന്ന പാത്രത്തിനകത്ത് നിന്ന് വെള്ളം കോരിയിട്ട് നബിതങ്ങളും മുഖത്തൊഴിച്ചു, മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാതെ. അള്ളാഹിന്റെ റസൂൽ ആയിഷ ബീവിയോട് പറഞ്ഞു, ഇന്നലിൽ മൗത്തി ലസഖറ, മരണത്തിന് വല്ലാത്ത വേദനയാ. ഞാനും നിങ്ങളും കോഴിക്കടയിൽ പോകും, കോഴി ഇങ്ങനെ അറുത്തിട്ട് ഇങ്ങനെ ഇടുമ്പോൾ അതിങ്ങനെ പെടയും, ചിറകിട്ടടിച്ച് കാലിട്ടടിച്ച് തലയിട്ടടിച്ച് തുള്ളിച്ചാടും, നോക്കി നിൽക്കും. ഇങ്ങനെ പെരുന്നാളിന് ഉളുഹിയത്ത് ഇറക്കുമ്പോ, നേർച്ചയ്ക്ക് മൃഗത്തെ ഇറക്കുമ്പോ ഇങ്ങനെ കാലും കൈ വിട്ട് അടിച്ചടിച്ചു പെടഞ്ഞു 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 പെടഞ്ഞ് അവസാനം ഇങ്ങനെ റൂഹ് പോകുന്നത് നോക്കി നിൽക്കും. പക്ഷെ നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതുപോലെ ഒരു മരണം നമുക്കും വരുമെന്ന്? എടോ, മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാതെയല്ലേ ഈ കോഴി ചാടണേ, തലയിട്ടടിക്കണേ, ചിറകിട്ടടിക്കുന്നേ? അല്ലാഹു അലം. ആ കോഴിയോട് കാണിച്ച കരുണ പോലും അള്ളാഹ് നമ്മളോട് കാണിക്കില്ല. ഉമ്മ പറയുന്നത് പ്രസവത്തിന് മരണവേദന എന്നാ. ആരാ ഉമ്മ പറഞ്ഞേ? ഉമ്മ ഒരിക്കലും പ്രസവത്തിന് മരണവേദനയില്ല. കാരണം മരണവേദനയുടെ ഒരംശമേ പ്രസവ വേദനയ്ക്കുള്ളൂ. അത് സുഖപ്രസവം എന്നല്ലേ പറയാ അല്ലെ? ചില പെണ്ണുങ്ങൾക്ക് പ്രസവിക്കുന്നത് തന്നെ ഒരു സന്തോഷമാണ്. പോട്ടെ, നീ പ്രസവിക്കുന്ന സമയത്ത് ഒരു ഡോക്ടറും 2-3 നേഴ്സുമാരും നിന്റെ കയ്യും കാലും പിടിച്ചു വെച്ചു അല്ലേ? ഇത്രയല്ലേ ഉള്ളൂ. എന്നാൽ ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്ന മലക്കിന്റെ എണ്ണം 70,000. റൂഹ് പിടിക്കുന്ന സമയം 70,000 മലക്കുകൾ നമ്മുടെ കയ്യും കാലും പിടിച്ചു വെക്കും. അത്രയ്ക്ക് വേദനയാ മരണത്തിന്. അള്ളാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ. അള്ളാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ. ആ സമയത്ത് വേണം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് സ്വർഗം കണ്ടു മരിക്കാൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് നിങ്ങൾ ഇപ്പം ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. എടോ, മരിക്കുന്നതിന് മുമ്പ് ഒരു നന്മ ചെയ്യണം. നീ മരിച്ച നിന്റെ കടം പോലും നിന്റെ മക്കൾ വീട്ടൂല. നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയോ മക്കൾക്ക്? ഇരിക്കണ കാക്കാമാര് ഉമ്മമാര് ചിന്തിക്ക്, മോളോട് ചോദിര്, ഞാൻ മരിച്ചാ കുളിപ്പിക്കുമെന്ന്. ഓക്കറിയില്ല. മയ്യത്ത് നിസ്കരിക്കാൻ പോലും അറിയില്ല. ഖബറിന്റെ ചാരത്ത് പോകത്തില്ലടോ. കാലഘട്ടം അങ്ങനെ ആയിപ്പോയി. ഖബറിന്റെ ചാരത്ത് പോലും പോകാൻ സമയമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി ജീവിച്ച ആയുസ് കളയാതെ, മക്കളിൽ പ്രതീക്ഷ വെക്കാതെ നമുക്ക് വേണ്ടിയുള്ളത് നമ്മൾ തന്നെ ചെയ്തു വെക്കാൻ കഴിയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ.